നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ ബൈ നിസിം എസീക്കിയൽ. നിസിം എസീക്കിയൽ എന്ന പ്രശസ്തനായ കവി എഴുതിയ ഒരു കവിതയാണ് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പങ്കുവെക്കുകയാണ് നിസിം എസീക്കിയൽ. തൻ്റെ അമ്മയെ സ്കോർപ്പിയൻ ഒരു തേള് രാത്രി കടിക്കുകയും ഗ്രാമവാസികൾ മുഴുവനും വീട്ടിലേക്ക് ഒഴുകുകയും അമ്മയെ സഹായിക്കുന്നതിന് പകരം അനുയോജ്യമല്ലാത്ത പല കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ചെയ്തു. ഈ കവിത മുന്നോട്ട് വെക്കുന്നത് ചില അന്ധവിശ്വാസങ്ങളാണ്. ജനതയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെയാണ് പരാമർശിക്കുന്നത്. ഇതിൽ 8 സ്റ്റാൻസകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ സ്റ്റാൻസയിലും വ്യത്യസ്തമായ എണ്ണങ്ങളാണ് ഓരോ വരികളും ഉള്ളത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് അമ്മയെ തേള് കടിക്കുന്നു. അത് 10 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു മഴയുടെ സമയത്തായിരുന്നു. ശക്തമായ മഴയുള്ള രാത്രിയായിരുന്നു. വരികളുടെ കെട്ടിന് ഇടയിലൂടെ സ്കോർപ്പിയൻ പുറത്തു വരികയും അമ്മയെ കടിക്കുകയുമാണ് ചെയ്തത്. വരികളുടെ അവസാനത്തിൽ പോയിറ്റിന് സ്കോർപ്പിയനോടുള്ള സിമ്പതി കൂടി നമുക്ക് കാണുകയാണ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അവിടെ അമ്മയെ കടിക്കുന്നു. അമ്മയാണെങ്കിൽ വിഷബാധയേൽക്കുന്നു. കടിച്ചതിന് ശേഷം അത് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്നത് പോയിറ്റിൻ്റെ സിമ്പതിയാണ്. സിമ്പതിയും ആംഗ്രിയും ഒരുമിച്ച് കൂടുകയാണ്. ആംഗ്രി, ദേഷ്യം അമ്മയെ കടിച്ചതിൻ്റെ പേരിലാണെങ്കിൽ അത് വീണ്ടും മഴയിലേക്ക് നനയാൻ വേണ്ടി പോയല്ലോ എന്ന ഒരു സിമ്പതി കൂടി ഇവിടെ കവി കാണിക്കുകയാണ്. അടുത്ത സ്റ്റാൻസയിൽ വില്ലേജേഴ്സ് മുഴുവനും അവരുടെ വീട്ടിലേക്ക് കടന്നു വരികയും പക്ഷേ ഇത് കവിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് വില്ലേജേഴ്സ് അവിടേക്ക് കടന്നു വരികയും അവർ സ്കോർപ്പിയനെ സെർച്ച് ചെയ്യുകയാണ്. അത് എവിടെയാണ് നടന്നു പോയത് എന്നവർ സെർച്ച് ചെയ്യുകയാണ്. ഇവിടെ വിശ്വാസപ്രകാരം അത് കടിച്ചതിന് ശേഷം അത് പോകുന്ന അതിൻ്റെ മൂവ്മെൻറ്റുകൾ അനുസരിച്ച് ഇവർക്ക് വിഷബാധ ഏൽക്കുമെന്നായിരുന്നു. പിടിച്ച് കൊന്നുകളഞ്ഞാൽ അതോടുകൂടെ വിഷബാധ അവസാനിക്കുമെന്നായിരുന്നു. സൂപ്പർസ്റ്റിഷനായിരുന്നു, ഒരു അന്ധവിശ്വാസമായിരുന്നു. അഞ്ചാമത്തെ സ്റ്റാൻസയിൽ സ്കോർപ്പിയനെ അവർക്ക് കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അവർ സ്വയം ഒരു വ്യാഖ്യാനങ്ങളിലേക്ക് എത്തിപ്പെടുകയാണ്. ചിലപ്പോൾ അവരുടെ അമ്മ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത തെറ്റുകളുടെ കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. ചില ആളുകൾ ചില നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. അവർ ഇവിടെ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൻ്റെ കാരണം കൊണ്ട് അവർ അടുത്ത ജന്മത്തിൽ അവരുടെ പ്രയാസങ്ങൾ കുറഞ്ഞതായിട്ട് അവർ ജനിക്കും. മറ്റുള്ളവർ പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇതിൻ്റെ കാരണം കൊണ്ട് പൊറുക്കപ്പെടുകയും അവരുടെ തെറ്റുകൾ അവരുടെ നന്മകൾക്ക് സമാനങ്ങളായിരിക്കും. വ്യത്യസ്തമായ ആശയങ്ങളാണ് സ്റ്റാൻസ 5-ലും 6-ലും അവരുടെ സൂപ്പർസ്റ്റിഷൻ, ചില അന്ധവിശ്വാസങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ചില ആളുകൾ 7ാമത്തെ സ്റ്റാൻസയിൽ ചില ആളുകൾ ക്യാൻഡിലുമായിട്ട് വരുന്നത് കാണാം. ആരും കരയുന്ന അമ്മയേക്കോ അല്ലെങ്കിൽ മാറ്റിലൂടെ റോള് ചെയ്യുന്ന അമ്മയിലേക്കോ അവർ നോക്കുന്നേയില്ല. ആ അമ്മയെ ശ്രദ്ധിക്കുന്നത് റേഷണലിസ്റ്റായ അവൻ്റെ പിതാവ് മാത്രമാണ്. പെണ്ണുകൾ പുരട്ടിക്കൊടുക്കുന്നു. 8ാമത്തെ സ്റ്റാൻസയിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ 24 മണിക്കൂറിന് ശേഷം അമ്മക്ക് സുഖപ്പെടുകയും അവർ ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്നെ മാത്രം സ്കോർപ്പിയൻ തിരഞ്ഞെടുക്കുകയും എൻ്റെ കുട്ടികളെ വെറുതെ വിടുകയും ചെയ്തുവല്ലോ. അവിടെയും ഒരു അമ്മക്ക് മക്കളോടുള്ള സ്നേഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് മരണത്തോട് മല്ലിടുന്ന സമയത്ത് പോലും അമ്മ ശ്രദ്ധിക്കുന്നതാണ് ഇവിടെ കവി കാണിച്ചു തരുന്നത്. ഇതോടുകൂടെ ആ കവിത അവസാനിക്കുകയാണ്.